ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ കുറേ നാളായിട്ട് വീഡിയോസൊന്നും എടുക്കാറില്ല. കാര്യം ഞാൻ നാട്ടിലേക്ക് നവംബർ വീട്ടിൽ പോയതാണ്. കഴിഞ്ഞ 2025 നവംബർ ലാസ്റ്റിൽ പോയി. ഹസ്ബൻഡിൻ്റെ ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറി ആയിരുന്നു. ഞാൻ അതിൻ്റെ മുന്നേ ലാസ്റ്റ് വീഡിയോ ഇട്ടത് ഞാൻ നാട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഞാൻ 3 മാസം അവിടെ ഉണ്ടായിരുന്നു. ഫെബ്രുവരി വീട്ടിലൊക്കെ ആയിട്ടാണ് പിന്നെ ഞാൻ തിരിച്ച് യുഎഇക്ക് വന്നത്. യുഎഇയിൽ വന്ന് അവിടെ നാട്ടിലായിരുന്നപ്പോൾ ഇഷ്ടംപോലെ പരിപാടികൾ. ഹസ്ബൻഡിൻ്റെ പരിപാടി ഡിസംബർ 6 ഡേറ്റിൽ തന്നെ ആയിരുന്നു, സാറ്റർഡേ ആയിരുന്നു. അതിനുശേഷം പിന്നെ കുറേ പേരുടെ കസിൻസ് ഹസ്ബൻഡിൻ്റെ വീട്ടിലായാലും എൻ്റെ വീട്ടിലായാലും ഒരു പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. കല്യാണങ്ങൾ 3 കല്യാണം, അതിൻ്റെ റിസപ്ഷൻ, പിന്നെ മധുരം വെപ്പ്, സമ്മതം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആഘോഷങ്ങൾ. പിന്നെ ഒരു 4-5 പെരുന്നാളുകൾ. ആ സമയത്ത് ഞാൻ പെരുന്നാളൊക്കെ കൂടിയിട്ട് കുറേ വർഷങ്ങളായി, ഒരു 18 വർഷമായി തോന്നുന്നു ഞാൻ പെരുന്നാളൊക്കെ കൂടിയിട്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ പെരുന്നാളുണ്ടായിരുന്നു, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പെരുന്നാളുണ്ടായിരുന്നു, മോളുടെ വീട്ടിൽ, അങ്ങനെ പെരുന്നാളുകളും എല്ലാം കൂടെ, ചേച്ചിമാരുടെ വീട്ടിലെ പെരുന്നാൾ, ഇതെല്ലാം കൂടി. പിന്നെ 2-3 ട്രിപ്പ് പോയി, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മൂന്നാറ് അങ്ങനെയൊക്കെ പോയി. ആ ഒരു 3 മാസം അടിച്ച് പൊളിച്ചു. ഈ ഈശ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ കോയമ്പത്തൂരൊരു ആദിഗുരു അങ്ങനത്തെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആലപ്പുഴയിൽ ഒരു കൃപാസനം എന്ന് പറഞ്ഞിട്ടൊരു ധ്യാന കേന്ദ്രം ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് പോകണമെന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി അങ്ങനെയൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് യുദ്ധം തുടങ്ങി കഴിഞ്ഞതിന് ശേഷം പിന്നെ പിള്ളേർക്കൊക്കെ വർക്ക് ഫ്രം ഹോമായി. നാട്ടിൽ പോയി കഴിഞ്ഞപ്പോഴാണെങ്കിൽ എൻ്റെ വോയിസൊക്കെ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് പാട്ടോ ഒന്നും പാടാൻ പറ്റില്ല. ഇപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഒരു ഇതൊന്നും എനിക്ക് ഉണ്ടായി. പിന്നെ ഞാൻ ഈ വ്ളോഗ്സ് മറ്റേ ട്രിപ്പ് പോയപ്പോഴൊക്കെ കുറച്ച് ഇതുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇതിൽ കിടക്കുന്നുണ്ട്, ഗാലറിയിൽ കിടക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ ഞാനതെല്ലാം ഒരു ചെറിയ വീഡിയോസായിട്ട് ഇടുന്നുണ്ട്. മൂന്നാർ പോയത്, കോയമ്പത്തൂർ പോയതൊക്കെ അത് ചെയ്യാം. പിന്നെ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോയതൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് ഏപ്രിൽ 23 വീണ്ടും ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം അമ്മേരെ ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറി ആയിരുന്നു ഏപ്രിൽ 25. അപ്പോൾ അതിന് പോകണമെന്നായിട്ട് ഞാൻ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ക്യാൻസലാവുമെന്ന് അറിയാമായിരുന്നു. അപ്പോൾ അത് ക്യാൻസലായി, അപ്പോൾ പോകാൻ പറ്റിയില്ല. എന്നാലും ഞാനിവിടെ പ്രയറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, രണ്ടാളുടെയും, ഹസ്ബൻഡിൻ്റെയും ആളുടെയും. ആ ദിവസം തന്നെ ഓർമ്മ ഇതിൽ പള്ളിയിൽ, ഇവിടെ ഷാർജ പള്ളിയിലാണ് ഞങ്ങളുടെ ഇടവക. അപ്പോൾ ഷാർജ പള്ളിയിൽ കുർബാനയൊക്കെ വെച്ച് കാലത്തൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ചെയ്ത് അങ്ങനെ പോകുന്നു. നാട്ടിൽ അവിടെ വീട്ടിലെല്ലാവരും കൂടിയിരുന്നു, സിബ്ലിങ്സൊക്കെ കൂടിയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി ഞാൻ ഇടയ്ക്കൊക്കെ ഗ്യാപ്പിൽ ഒരാഴ്ച ആകുമ്പോഴേക്കും ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും. നമ്മുടെ രഞ്ജിനി ജോസ് ആൾ പറയുന്നുണ്ട്, അതായത് നമ്മൾ വയറിൽ നിന്ന് പാടണം, തൊണ്ടയിൽ നിന്നല്ല പാടുക. എനിക്കതിനെ പറ്റിയിട്ടൊരു ഐഡിയ ഇല്ല. വയറിൽ നിന്ന് പാടുമ്പോൾ തൊണ്ടയിൽ നിന്ന് പാടുമ്പോൾ അതിൻ്റെ എന്താണ് അതിൻ്റെ ടെക്നിക്കൊന്നും അറിയില്ല. പക്ഷെ ഞാൻ തൊണ്ടയിൽ നിന്നാണ് പാടുന്നത്. ആ തൊണ്ടയിൽ നിന്ന് പാടുമ്പോൾ വോയിസിന് സ്ട്രെയിൻ വരുമ്പോൾ നമ്മൾ പ്രായമാകും തോറും മസിൽസൊക്കെ വീക്കാവും. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഈ വോയിസ് അറിയുന്നത്. നമ്മൾ സ്ട്രെയിൻ ചെയ്യുമ്പോൾ വോയിസ് അറിയുന്നതാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ ട്രെയിൻ ചെയ്തെടുക്കണം. ഈ പ്രായത്തിലൊക്കെ ട്രെയിൻ ചെയ്ത് വയറിൽ പാടുന്നത് എങ്ങനെയാണെന്നൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വോയിസ് പോവില്ല എന്ന് പറയുന്നു. എന്തായാലും അത് നോക്കണം. അപ്പോൾ പെട്ടെന്നാണ് ഇന്ന് ഇത് എന്താ പറയുക, ഗോൾഡ് FM, നമ്മളുടെ FM റേഡിയോ ഉണ്ടല്ലോ. ഞാൻ ഇന്ന് രാവിലെ എണീക്കുമ്പോൾ തന്നെ FM റേഡിയോ വെച്ചിട്ട് അത് കേട്ടിട്ടാണ് എല്ലാം ചെയ്യാറ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇന്ന് May 1 ആണ്. അപ്പോൾ ഇന്ന് നമ്മുടെ പുത്തഞ്ചേരി സാറിൻ്റെ, ഗിരീഷ് പുത്തഞ്ചേരി സാർ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു. May 1 ആളുടെ ബർത്ത്ഡേ ഓർമ്മ അങ്ങനത്തെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ എല്ലാ പാട്ടുകളും ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ ആളുടെ പാട്ടുകളാണ് കുറേ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തോന്നിയൊന്ന് പാടിയാലോ എന്ന് തോന്നിയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടുകളുണ്ട്. മാടമ്പിയിലുണ്ട്, ആ പാട്ട് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം സാഡ് സോങ്സ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ ഏതാണ്, കുറേ പാട്ടുകളുണ്ടല്ലോ, അറിയാതെ തിങ്കളറിയാതെ, ആ പാട്ട്. അത് പിന്നെ ആരോ വിരൽ നീട്ടി മനസ്സിൻ ആ പാട്ട് ഞാൻ ഇതിൽ പാടിയിട്ടുണ്ട് കേട്ടോ. ഷോർട്സിൽ പാടി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് കേട്ടിട്ടില്ലെങ്കിൽ അത് കേട്ടോളൂ. അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. ഇതെല്ലാം ഇഷ്ടമാണ്. അപ്പം ഞാൻ ഓർത്ത് ഒന്ന് പാടി നോക്കാം എങ്ങനെയുണ്ട്. വോയിസ് ഒക്കെ ശരിയാകുമ്പോൾ കറക്റ്റായിട്ട് വരുന്നൊന്നുമില്ല, എന്നാലും ഒന്ന് പാടി ഞാനത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് എന്തായാലും പാട്ട് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യും. പക്ഷേ ഈ ലോങ് വീഡിയോ ആയതുകൊണ്ട് അതിന്ന് അപ്ലോഡ് ചെയ്യുമെന്ന് അറിയില്ല. ചിലപ്പോൾ 2 ദിവസം കഴിയും അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ എന്തായാലും പാട്ടൊന്ന് കേട്ട് നോക്കണം, കേൾക്കണം കേട്ടോ. മറ്റേ ഷോർട്സിലിട്ടിട്ടുള്ള പാട്ട്
കേട്ട് നോക്കണം. അപ്പോൾ ആൾക്കൊരു ഇതുപോലെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഗിരീഷ് പുത്തഞ്ചേരി സാറിന് ഇതായിട്ട് ഈ 2 വരി പാടാമെന്ന് വിചാരിച്ചു. ഏതാണ്? ഒരു രാത്രി കൂടി വിടവാനവേ ഒരു പാട്ടുമൂടി വീഴവേ. ആ പാട്ടാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ എന്താ ഓരോരോ സ്റ്റോറികളാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഫസ്റ്റ് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ വെച്ചിട്ട് പാട്ടിൻ്റെ ഓർമ്മകൾ, 3rd സ്റ്റാൻഡേർഡിൽ, അങ്ങനെ 4th, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. പതുക്കെ ഞാൻ ഓരോ വ്ളോഗായിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെ തലമുറ മാക്സിമം ട്രൈ ചെയ്ത് ഇടണമെന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്. പക്ഷെ പാട്ടിൻ്റെ ഇത് നമുക്ക് ഈ ലോങ് വീഡിയോയിലൊന്നും ഇടാൻ പറ്റില്ല വരും. പിന്നെ ചിലപ്പോൾ ബ്ലോക്ക് ആവും ചെയ്യും. അപ്പോൾ പിന്നെ പാടാൻ തന്നെ പറ്റില്ല. അതുകൊണ്ട് പാട്ടിൻ്റെ ആ ഒരു ഇത് ഞാൻ എപ്പോഴും വിചാരിക്കാറ്, ഞാൻ തുടങ്ങുമ്പോൾ വിചാരിച്ചിരുന്നത് ഞാൻ എന്തായാലും എന്തെങ്കിലും വ്ളോഗ് എടുക്കും, അതിൽ 2 വരി ലാസ്റ്റ് ഒരു 4 വരി പാടാം എന്നൊക്കെ വിചാരിച്ചിട്ട് തുടങ്ങിയത്. പക്ഷേ ഇത് എന്തും ഒരു 4 വരി കൂടുതൽ പാടി കഴിഞ്ഞാൽ 1 മിനിറ്റ് അല്ല, ഒരു 1 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും പാടിയിട്ട് അതിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ കോപ്പിറൈറ്റോ അല്ലെങ്കിൽ ബ്ലോക്കോ എന്തെങ്കിലും വരും. പിന്നെ ഇപ്പോൾ അടുത്ത് ഞാനൊരു റിയാലിറ്റി ഷോയിലൊക്കെ കേട്ടതാണ്. നമ്മുടെ ഏതാ കാണാക്കിന അങ്ങനൊരു ഇത് രേവതിയിലെ അതിലൊരു പാട്ടുണ്ട്. ഒരേ സ്വരം ഒരേ നിറം ഒരു ശൂന്യ സന്ധ്യാംബരം. ആ പാട്ട് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ 88-ലൊക്കെയാണ് കേട്ടോ പറയണത്. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ആ പാട്ട് പാടിയിട്ടുള്ളൊരു ഓർമ്മ ഉണ്ട്. ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് പോയതല്ല, ഇൻ്റർവെല്ലിനൊരു പോക്കൊക്കെ പോയിട്ട് പാടിയതുണ്ട്. ആ പാട്ട് പാടിയതായിട്ടുള്ള വലിയൊരു ഓർമ്മയുണ്ട്. അപ്പോൾ ഇതിൽ ഏത് വീഡിയോ ആണ് മുമ്പ് അപ്ലോഡ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ഡൗട്ടായിട്ട് നിൽക്കുക. ഏത് ഇടണം, 4ാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ്സിലേക്ക് പോയാൽ മതിയോ അതോ നേരെ ഡിഗ്രിക്ക് പോകണോ, ഇങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോളാം, കമൻറ്റ് ചെയ്തോളാം കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ വിശേഷങ്ങളൊക്കെ പതുക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഓരോ വീഡിയോസായിട്ടോ വ്ളോഗായിട്ടോ അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ടോ അതൊക്കെ അങ്ങനെ വിടാം. അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.